നഗരസഭ 39-ാം വാർഡ് മാനവ സേവാ കേന്ദ്രം, ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. നഗരസഭാ കൗൺസിലർ ടി.എ. സജീവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒ.പി. സുരേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഓരോ മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ ഒരു മനുഷ്യനെങ്കിലും സഹായിക്കുക, ഒരു ദിവസം ചെറുതായെങ്കിലും ഒരു മനുഷ്യനെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരിക്കണം. അത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മാനവ സേവാ കേന്ദ്രം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവണം. നിങ്ങളോടൊപ്പം മാനവ സേവാ കേന്ദ്രവും ഉണ്ടാവും. പ്രിയപ്പെട്ട സജീവൻ നമ്മുടെ ആദ്യകാല പ്രസിഡൻ്റ് സജീവ പ്രവർത്തകനാണ്. ഇപ്പോൾ നിരവധി പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ ഇപ്പോഴും കമ്മിറ്റിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ഈ മേഖലകളിൽ മാനവ സേവാ കേന്ദ്രവുമായിട്ട് സംയുക്തമായിട്ട് എന്തൊരാവശ്യം അമ്മമാർക്ക് വന്നാലും അദ്ദേഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് നമുക്ക് നടത്തി തരാറുണ്ട്. ഓരോ ദിവസത്തെ അന്നദാനവും പല കേന്ദ്രങ്ങളിൽ നിന്നായിട്ട് എത്തിച്ചു തരാറുണ്ട്. ഡോക്ടർ ലിജോ, ബി.കെ. വേണു, കോർഡിനേറ്റർ രാജേഷ്, തേജസ്, സനീഷ്, രാജു, പി.ആർ. വിനോദ്, ടി.കെ. ഹരിദാസൻ, കൃഷ്ണേന്ദു, ഷിനി സന്തോഷ്, ജിതേഷ് എന്നിവർ സംസാരിച്ചു. അങ്ങനെ ഒരു 3 പ്രധാന അസുഖങ്ങളാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ തിമിരത്തിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിമിരം കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കണ്ണിൻ്റെ പ്രഷർ കൂടാനും പിന്നെ അതൊരു എമർജൻസി ഓപ്പറേഷനായി തീരാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തിമിരം എന്ന് പറയുമ്പോൾ നമ്മൾ ജയിക്കുക ഉടനെ ഓപ്പറേഷൻ ചെയ്യണോ? പലരുടെ ചോദ്യം അതാണ്, ഉടനെ ഓപ്പറേഷൻ ചെയ്യണോ അതോ കുറച്ച് വെയിറ്റ് ചെയ്യണോ? അപ്പോൾ അത് ഏർലി സ്റ്റേജിൽ നമുക്ക് കണ്ണട വെച്ചിട്ടും പൂർണ്ണമായിട്ടുള്ള കാഴ്ച കിട്ടാത്തൊരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ അത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് നോക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ബിക്കോസ് അത് ലേറ്റ് ആവും തോറും നമുക്കത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരാനും അത് കൂടുതൽ സർജിക്കൽ കോംപ്ലിക്കേഷൻസ് മാത്രമല്ല കണ്ണിന് ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട്. പിന്നെയുള്ളത് നമുക്ക് സൈലൻ്റായിട്ട് ഉള്ളൊരു അസുഖമാണ് ഗ്ലോക്കോമ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ അല്ല അതിൻ്റെ ഇവിടെ ക്യാമ്പ് വെച്ചിട്ട് നമുക്ക് എല്ലാ ടെസ്റ്റുകളും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ എന്തെങ്കിലും നമുക്ക് വീട്ടിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമ അല്ലെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യാനും അതിനനുസരിച്ച് എന്തെങ്കിലും അതിൻ്റെ തുടക്കം ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ വരാനും നോക്കണം. പിന്നെ ഡയബറ്റീസ് ഉള്ളവർ അത് ഒരുവിധം നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു 10 പേര് എടുത്തു കഴിഞ്ഞാൽ ഒരു 6-7 പേർക്ക് എന്തെങ്കിലും ഡയബറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഈ ഡയബറ്റീസ് കൊണ്ട് വരുന്ന നമ്മുടെ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ആരോഗ്യം അത് നമ്മുടെ ഞരമ്പിന് പ്രശ്നങ്ങൾ വരുത്താം. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ മരുന്ന് ഒഴിച്ച് കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ആരോഗ്യം നോക്കുന്ന ഒരു ടെസ്റ്റ്. അപ്പോൾ ഷുഗർ ഉള്ളവരോട് ഞാൻ സാധാരണ പറയാം, കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കണ്ണ് പരിശോധിച്ച് നോക്കി മരുന്ന് ഒഴിച്ച് നോക്കി അതിൻ്റെ ഞരമ്പിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ വേണ്ട രീതിയിലുള്ള ചിലപ്പോൾ ഏർലി ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾ കൂടാതിരിക്കാൻ നമുക്ക്